അസ്സലാമു അലൈക്കും. ഇന്നു ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടായ ടിറാമിസു ആണ്. ഇത് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഈ പാൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുറുക്കിയെടുക്കാൻ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായി കുറുകി കിട്ടും. ഇതിപ്പോൾ ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കോഫി ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇത് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 150 ഗ്രാം ക്രീം ചീസ് എടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മിക്സ് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് ഒന്നുകൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. സാധാരണ ടിറാമിസു ഉണ്ടാക്കാൻ ലേഡി ഫിംഗേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എലൈറ്റിൻ്റെ 2 പാക്കറ്റ് റസ്ക് ഉപയോഗിച്ചാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ റസ്കും ഈ കോഫിയിൽ മുക്കി ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒന്നുകൂടി റസ്ക് കോഫിയിൽ മുക്കി നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ അതിന് മുകളിലേക്ക് ഒന്നുകൂടി വിപ്പിംഗ് ക്രീം മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ഒരു അരിപ്പ ഉപയോഗിച്ച് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും. മസ്കാരപ്പോൺ ചീസും ലേഡി ഫിംഗേഴ്സും ചിലപ്പോൾ നാട്ടിലൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടിറാമിസു ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക.